സെക്രട്ടറിന് മുന്നിൽ സമരം നടത്തുന്ന പാലക്കാട്ടുകാരി നിമിഷയും കോഴിക്കോട്ടുകാരി അപർണയും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ. നിമിഷ, അപർണ, സ്വാഗതം. നിമിഷയിലേക്കാണ്. നിമിഷ, നിങ്ങൾ അവിടെ സമരമിരിക്കാൻ തുടങ്ങിയതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും നിങ്ങളുമായി സംസാരിക്കാൻ ഇന്നിതുവരെ തയ്യാറായിട്ടുണ്ടോ? ഇല്ല, തയ്യാറായിട്ടില്ല. ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും പോയിരുന്നു, ഇന്നും ഇപ്പോൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ പോയിട്ടുണ്ട്. ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ഞങ്ങളുടെ വേക്കൻസിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വേക്കൻസി വരും അങ്ങനെ ഒരു കറക്റ്റ് നമ്പറോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയോ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ആകെ 11 ദിവസമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളൂ. ഇപ്പോൾ ആകെ നിയമിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ലിസ്റ്റിന്റെ 30% മാത്രമാണ്. നിങ്ങളുടെയൊക്കെ റാങ്ക് എത്രയാണ്, നിമിഷയുടെയും അപർണയുടെയും? എന്റെ 300+ ആണ് റാങ്ക്. എന്റെ 400 റാങ്ക് വരുന്നത്. 500 പേരെയെങ്കിലും നിയമിക്കുന്ന ഒരു പതിവാണ് സാധാരണ ഇങ്ങനെ ഒരു റാങ്ക് പട്ടികയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അല്ലേ അപർണ? അതെ, എല്ലാ വർഷങ്ങളിലും 800-ലധികം അല്ലെ 700-ലധികമെങ്കിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന തസ്തികയാണ് WCPO. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഫിസിക്കൽ പാസ്സായി. ഞങ്ങളുടെ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് കൂടി വന്ന ലിസ്റ്റാണ്. അതിൽ 60.67 ഞങ്ങളുടെ കട്ട് ഓഫ് വന്നത്. അതിൽ തന്നെ മാക്സിമം നല്ല മാർക്ക് വാങ്ങിച്ചവർ തന്നെ ഇപ്പോഴും പുറത്താണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും നല്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് ഒഴിവിന് ആനുപാതികമായിട്ട് മാത്രമേ ലിസ്റ്റ് ഇടത്തുള്ളൂ എന്ന്. എന്നിട്ടാണ് 964 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. ഈ 292 പേർക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഫിസിക്കല് പാസ്സായിട്ട് വരുന്നവരുടെ ലിസ്റ്റാണിത്. നിമിഷ, ഈ ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ നിയമനം കിട്ടിയത് എപ്പോഴാണ്? ഇവരിപ്പോ ഫസ്റ്റ് ബാച്ച് കയറിയത് കഴിഞ്ഞ ജനുവരിയിലാണ്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഫസ്റ്റ് ബാച്ച് കയറിയത്. അതും ഇപ്പോ ലിസ്റ്റ് വന്ന് ഒരു 7-8 മാസം കഴിഞ്ഞാണ് ഇപ്പൊ ഫസ്റ്റ് ബാച്ച് കയറിയത്. രണ്ടാമതൊരു ബാച്ച് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ അന്ന് ചോദിച്ചിരുന്നോ? ഇവർ കയറിയപ്പോൾ ബാക്കി ഇത്രയും പേര് നിൽക്കുകയല്ലേ പുറത്ത്? സ്വാഭാവികമായിട്ട് രണ്ടാമതൊരു ബാച്ച് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റൊക്കെ തീരുന്നതിന്റെ തലേ ദിവസമാണ് ഒരു ബൾക്ക് വേക്കൻസി വന്നത്, 120 സംതിങ്. അപ്പൊ അതുപോലെ ഞങ്ങൾക്കും സെക്കൻഡ് ബാച്ച് എന്തായാലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതുപോലെ ഞങ്ങൾ കയറി ഇറങ്ങുന്ന എല്ലായിടത്തും ഞങ്ങൾക്ക് വേക്കൻസി തരാം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു 11 മാസം വരെ, അല്ലെങ്കിൽ 11 മാസം കഴിയുന്നത് വരെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് തരും ഒരു വേക്കൻസി, ഒരു ബൾക്ക് വേക്കൻസി വരും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഇപ്പോ ഈ ഏപ്രിൽ മാസമായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സമര രീതിയിലേക്ക്, ഒരു നിരാഹാര സമര രീതിയിലേക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയത്. എങ്ങനെയെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനും മാക്സിമം നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയും പെട്ടെന്ന് സൈറ്റിൽ റിപ്പോർട്ട് ആവാനും വേണ്ടിയിട്ടാണത്. നിങ്ങളിപ്പോൾ ഇത്ര ദിവസമായില്ലേ സമരമിരിക്കാൻ തുടങ്ങിയിട്ട്? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നിങ്ങളോടുള്ള ഒരു സമീപനം എന്താണ്? നിങ്ങൾ സമരമിരിക്കുമ്പോഴൊക്കെ അവിടെ സമരം നിരീക്ഷിക്കാനൊക്കെ ആളുകൾ വരുമല്ലോ. അപ്പോൾ ഈ ഒഴിവുകൾ നികത്തുകയും നിങ്ങൾക്ക് സേനയിൽ അതുപോലെ ഒരു കാക്കി യൂണിഫോം ഇടാൻ കഴിയും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള സമീപനം പോലീസ് സേനയിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടോ അപർണ? വളരെ നിസ്സഹായമായ അവസ്ഥയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ യൂണിഫോം ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിട്ട് എക്സാം എഴുതി പാസ്സായ കുട്ടികളാണ്. ഞങ്ങളിപ്പോൾ തെരുവിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് കാവലായിട്ടിരിക്കുന്നത് വനിതാ സിവിൽ പോലീസ് ഓഫീസറാണ്. അപ്പോൾ അത് ആ കാഴ്ച കാണുമ്പോൾ എല്ലാവരുടെയും നെഞ്ച് പൊട്ടുകയാണ്. ഞങ്ങൾ ഈ 11 മാസത്തോളം ലിസ്റ്റ് വന്ന് 11ാമത്തെ മാസം വരെ ഞങ്ങൾ കാണാത്ത MLA-മാരില്ല, മന്ത്രിമാരില്ല. ഇവിടെ സെക്രട്ടേറിയറ്റിൽ തന്നെ ആഴ്ചയിൽ പല ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്കുള്ള വേക്കൻസി നിങ്ങൾക്ക് തന്നെ തരുമെന്നാണ്. അവസാന നിമിഷം എത്തിയപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് തരാൻ ഇനി ഒരു വേക്കൻസിയും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ആ അവസാന നിമിഷത്തിലാണ് ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. കാരണം ഞങ്ങൾ RTA വെച്ചിട്ട് 570ഓളം വേക്കൻസി ഉണ്ടെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിൽ ഓരോ പോലീസ് സ്റ്റേഷനിൽ മിനിമം 6 വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് വേണം. അതില്ല. വനിതാ സിവിൽ പോലീസ് ഓഫീസറിന്റെ അംഗബലം കുറവാണ്. അത് ആർക്കറിയാം. പക്ഷെങ്കിൽ
അവർ ഇത് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അതാണ് അവസ്ഥ. ആ ഒരു വേക്കൻസി ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യിക്കണം. അതുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിനൊക്കെ ഇറങ്ങിയത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. അടുത്ത ശനിയാഴ്ച, അതായത് ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ചയാകുമ്പോൾ ഈ ലിസ്റ്റ് കാലാവധി കഴിയുകയാണ്. അതെ, കാലാവധി കഴിയാണ്. 19-ാം തീയതി കഴിയും. അതിന് മുന്നേ ഒരു വേക്കൻസി വരണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ ആവശ്യം എന്തായാലും അധികൃതരുടെ മുന്നിലേക്ക് നിങ്ങൾ ചർച്ചയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ കാണുന്നതിലും കൂടുതൽ അധികൃതർ ഇത് കാണുന്നുണ്ട് എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് നിങ്ങളുടെ ഈ ഒരു സങ്കടം, നിങ്ങൾ ഇത്രയും കാലമായി കാത്തിരിക്കുന്ന നിങ്ങളുടെ ഒരു കുടുംബജീവിതമായാലും കുഞ്ഞുങ്ങളായാലും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് ഇടയിൽ അത്രയും പാഷനോടുകൂടി ഈ ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളാണ് അല്ലെങ്കിൽ യുവതികളാണ് എന്നത് അധികൃതരുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ്. നിമിഷാപർണ, നിങ്ങളുടെ ഒപ്പമുള്ള സമരക്കാർക്കൊപ്പം അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഇതിപ്പോൾ ലിസ്റ്റിൽ നിന്ന് പരമാവധി ആളുകളെ ഉൾപ്പെടുത്തട്ടെ എന്നതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരുപാട് പേര് ഇത് മാത്രം പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. കാരണം അവര് ജോലിക്ക് പോയി കുടുംബം നോക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഞങ്ങളുടെ ലിസ്റ്റില്. ഈ ഒരു ജോലി മാത്രം പ്രതീക്ഷിച്ചാണ്. പലരും ഏജ് ഓവർ ആയതാണ്. എത്രയും വേഗം മാക്സിമം വേക്കൻസി വരണം. കാരണം 500ഓളം ആളുകൾ ഇപ്പോഴും ഈ ലിസ്റ്റിൽ ബാക്കിയുണ്ട്. 268 പേര് പോയി, ആദ്യ ബാച്ച് പോയി. ബാക്കി അത്രയും പേര് ഇനിയുമുണ്ട്. അപ്പോ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഒരു 11 ദിവസത്തിനുള്ളിൽ മാക്സിമം വേക്കൻസി വന്നാലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ, ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. വളരെ വിഷമിച്ചാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം അവർക്കൊക്കെ പലർക്കും ഏജ് ഓവറായി. ഇനി ഈ എക്സാം എഴുതാൻ പറ്റില്ല. ഇത് മാത്രം, ഈ ഒരു ജോലി അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും ഇതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇതിനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഞാനൊക്കെ എന്റെ കുഞ്ഞിനെ അവിടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു സമരത്തിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ സർക്കാർ കാണാതിരിക്കില്ല എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ഇതിനുള്ളിൽ ഒരു തീരുമാനം വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ ജോയിനിങ് us. നിമിഷയും അപർണയും പാലക്കാട്ടും കോഴിക്കോട്ടും നിന്നുമുള്ള ഉദ്യോഗാർത്ഥികളാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.